നിങ്ങളെ സ്വന്തം വക അല്ല, ഒക്കെ ഞാൻ തന്നിട്ടാണ് എന്ന് വിശ്വസിച്ച് അംഗീകരിക്കുന്നതാണ് ഏറ്റവും വലിയ നന്ദി. അതേ സമയത്ത് നന്ദി പ്രകടനത്തിന് വേണ്ടി അല്ലാഹു തആല കൽപ്പിച്ച നിർദ്ദേശങ്ങൾ അനുസരിച്ച് അപ്പോൾ അവൻ ജീവിക്കും. അല്ലാഹുവിന് നന്ദി വേണമെന്ന ചിന്തയുള്ളവൻ ജീവിക്കും. അനിസ്കുർലി, എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യണം. അപ്പോൾ 5 വക്ത് കൃത്യമായി പൊടിച്ചതാണ്. നല്ല സാധനമാണ്, ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഒരു കുഴപ്പവും കാപ്പിയുടെയും ചായൻ്റെ ഒന്നും കുഴപ്പമുണ്ടാവില്ല. വളരെ നല്ല സാധനമാണ്. എന്നിട്ട് പറഞ്ഞു, ഞാനൊരു ചെറിയ ബോട്ടിൽ ഞാൻ കാറിൽ വെക്കുന്നുണ്ട്, നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ടൊന്നും കൂടി നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി. ഞാൻ വീട്ടിൽ കൊണ്ടുപോയി എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഇതുകൊണ്ട് ഒന്നുണ്ടാക്കി കൊണ്ടുവരണം, നീ ഒന്ന് കുടിച്ചു നോക്കണം. എല്ലാവരും കുടിച്ചു നോക്കും, നല്ല അഭിപ്രായം. കാപ്പി എങ്ങനെയുണ്ട്? വളരെ ലോറുണ്ട്. നടി കാപ്പിയല്ല, അലൂമിനിയത്തിൻ്റെ ചെപ്പ് എന്ന് പറഞ്ഞ മാതിരിയാണ്. അപ്പോ ഇത് ഈത്തപ്പനക്കുരുവാണ്. ഞാൻ പിന്നീട് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ മലപ്പുറം ജില്ലയിൽ ഒരു മുസ്ലിയാർ വന്നു. അദ്ദേഹം എൻ്റെ പ്രസംഗത്തിൽ ഈ ഈത്തപ്പനക്കുരുവിനെ സംബന്ധിച്ച് ഞാനിത് പറഞ്ഞത് കേട്ടപ്പോൾ അയാൾ വിചാരിച്ച് ഈത്തപ്പനക്കുരുവൊക്കെ ഒന്ന് സംഘടിപ്പിച്ചിട്ട് ഒരു കമ്പനി തുടങ്ങിയാലെന്താ, ഈത്തപ്പനക്കുരുവിൻ്റെ പൊടി വെക്കുന്ന ഒരു കമ്പനി. അദ്ദേഹം അങ്ങനെ ഒരു കമ്പനി തുടങ്ങിയിട്ട് നല്ല ബിസിനസ് നടത്തുകയാണ്. ഒരു ദിവസം എനിക്കും കൊണ്ട് തന്നു അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ. ഞാൻ പറഞ്ഞു വന്നത്, സമസ്ത കേരള ജമീയത്തുലമയുടെ 40 ആലിമീങ്ങൾ സിറാജുൽ ഹുദയിൽ വന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു, മുഷാവറ. അന്ന് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എല്ലാ ആലിമീർക്കും ഓരോ കുപ്പി കൊടുക്കാൻ വേണ്ടി കൊണ്ടുതന്നു. അയാൾ കൊണ്ടുതന്നു, ഞാൻ കൊടുക്കുകയും. അപ്പൊ ഈ ഈത്തപ്പനക്കുരു അത് മഅറൂഫുൽ ഖദരി നിങ്ങളുടെ ബർക്കത്താണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ ഈത്തപ്പനക്കുരുവിൻ്റെ ഉപയോഗം എന്താണ് എന്ന് അറിയാതിരിക്കുമ്പോഴാണ് ഇതൊക്കെ എനിക്ക് അല്ലാഹു തആല കാണിച്ചു തന്നത്. ഈത്തപ്പനക്കുരു അത് പെറുക്കി വിൽക്കുകയാണ് മഅറൂഫുൽ ഖദരി തങ്ങൾ. എന്തിന്? കടപ്പാട് കിട്ടാനാ. സകാത്തൽ ജാഹി അലം ബിഅന്നഹാ കമിഥിലി സകാത്തി. ഒരാളുണ്ട്.